ഇറാനും അമേരിക്കയും തമ്മിൽ 60 ദിവസത്തേക്കുള്ള യുദ്ധവിരാമ കരാറിലേക്ക് എത്തുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ 3 മാസത്തിലധികം നീണ്ട ഇറാൻ യുദ്ധം അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്ന കാലിക പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ ട്രംപ് വളരെ പെട്ടെന്ന് പിൻവലിഞ്ഞത്? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങൾ ഈ 3 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1.5 മാസത്തോളം നീണ്ട നയതന്ത്രങ്ങൾക്കൊടുവിൽ ഇറാന് ഇളവുകൾ നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിലേക്ക് ട്രംപ് എത്തിച്ചേരുമ്പോൾ ഈ യുദ്ധത്തിന്റെ വിജയം വാസ്തവത്തിൽ ഇറാന് തന്നെയായിരുന്നില്ലേ? ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ എന്ന രാഷ്ട്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒട്ടനവധി പേരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ നഷ്ടങ്ങളെല്ലാം നേട്ടമാക്കിയ ഇറാനെയാണ് ലോകം കാണുന്നത്. ഇറാൻ ആണവായുധമുണ്ടാക്കുവാൻ പോകുന്നു, അതുകൊണ്ട് നമുക്ക് നോക്കി നിൽക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആണവായുധത്തിന്റെ മറപറ്റി ഇറാനിലെ പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കുകയും ഇറാനിലെ മതഭരണകൂടത്തെ നിഷ്കാസനം ചെയ്ത് പകരം തങ്ങൾക്ക് പ്രിയമുള്ളവരെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് അതിലൂടെ ആ രാഷ്ട്രത്തെ മാക്സിമം ഊറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭം കുറിച്ച യുദ്ധം പക്ഷേ ട്രംപ് ഉദ്ദേശിച്ച രീതിയിലല്ല മുൻപോട്ട് പോയത്. പുറമേ നിന്ന് നോക്കുമ്പോൾ താരതമ്യേന ദുർബലരായ ഇറാനെ വളരെ വേഗത്തിൽ കീഴടക്കാമെന്ന് ട്രംപും നെതന്യാഹുവും കരുതി. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുള്ള അമേരിക്കയും ഇസ്രായേലും വാസ്തവത്തിൽ ഇറാനെ വേണ്ടുന്ന വണ്ണം മനസ്സിലാക്കുന്നതിൽ അൻപെ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യുദ്ധം ആരംഭിക്കുന്നത് അമേരിക്കയാണെങ്കിലും അതെങ്ങനെ തീർക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇറാനായിരിക്കും എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ച ഇറാൻ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അനർത്ഥമാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഇറാനിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും അമേരിക്കയെ നേരിട്ട് തിരിച്ചാക്രമിക്കാതെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ അമേരിക്കയ്ക്ക് വൻതോതിലുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും സമ്പത്തും ചിലവഴിക്കേണ്ടി വന്നു. അതുകൂടാതെ ട്രംപിന് ചെക്ക് വെച്ചുകൊണ്ട് ഹോർമൂസ് അടച്ചത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മാത്രമല്ല ലോകത്തിന് മുഴുവനും വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കലായി മാറി. ലോക സമ്പദ് വ്യവസ്ഥ തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു. എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുക എന്ന മുറവിളിയുടെ സമ്മർദ്ദം അധികം ദിവസങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ട്രംപും എത്തിച്ചേർന്നു. അമേരിക്കയിൽ പോലും വിലക്കയറ്റം അതിരൂക്ഷമായി മാറി. ഇതോടെ കാര്യങ്ങൾ ട്രംപിന്റെ കൈപ്പിടിയിൽ നിന്നും വഴുതിപ്പോകുവാൻ തുടങ്ങി. അമേരിക്കൻ ജനതയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ട്രംപിന് എതിരായി തുടങ്ങി. ഇതിനിടയിൽ നടന്ന അഭിപ്രായ സർവേയിൽ തലനാരിഴയ്ക്കാണ് ട്രംപ് കടന്നുകൂടിയത്. ഇങ്ങനെ മുൻപോട്ട് പോയാൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടും എന്ന് ഭയന്ന് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാവുകയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതല്ലാതെ ട്രംപിന്റെ മുൻപിൽ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ യുദ്ധം അവസാനിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ട ഇളവുകളൊക്കെ നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് അടുത്ത 60 ദിവസത്തെ സമാധാന കരാർ ഇറാനും US കൂടി ഒപ്പിടുവാൻ പോകുന്നത്. അതിനിർണായകമായ 2 ഇളവുകൾ ഈ കരാറിൽ ഇറാൻ നേടിയെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചയില്ല എന്നുള്ളതാണ് തൽക്കാലം. ഇറാൻ ആണവ കരാറിന് വഴങ്ങണം എന്നുള്ളതായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്ക മുൻപോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. അണുവായുധം വികസിപ്പിക്കുന്നതിനാവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം 1/2 ടണ്ണോളം ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇത് വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യത്തിന് ഇറാൻ വഴങ്ങിയില്ല. അതുമാത്രവുമല്ല, ആണവ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഈ 2 കാര്യങ്ങളും ട്രംപ് അംഗീകരിച്ചു. ഒപ്പം ഇറാന് പുറത്തുള്ള അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുവാനും ധാരണയായി. ഇതോടെ ട്രംപ് യുദ്ധത്തിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഈ ഇളവുകളെ ചൊല്ലി ട്രംപ് വിമർശന വിധേയനാകും. ഈ 2 ഇളവുകളും അനാവശ്യമാണ് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാർ വിമർശിക്കുന്നുണ്ട്. ഇതിന് തീർച്ചയായും ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മറുപടി നൽകേണ്ടി വരും. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുത്തില്ല എന്ന് മാത്രവുമല്ല, യുറേനിയം സമ്പുഷ്ടീകരണ ശാസ്ത്രീയ വൈദഗ്ധ്യവും അതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇറാനിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ശേഖരം ഇതൊക്കെ കുറയ്ക്കുകയായിരുന്നു യുദ്ധത്തിലൂടെ ട്രംപ് ലക്ഷ്യമിട്ട മറ്റൊരു കാര്യം. US സൈന്യത്തിനും സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കുക. ആ ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയപ്പോൾ ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി അത് നശിപ്പിക്കുവാൻ സാധിച്ചുവെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ശേഖരങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും വന്നില്ല എന്ന് മാത്രവുമല്ല, മിസൈൽ നിർമ്മാണ ശേഷിയും തകർന്നില്ല. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിർമ്മാണം ഇപ്പോഴും ഇറാനിൽ കുറഞ്ഞ ചിലവിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അത് തടയുവാൻ US ലക്ഷ്യമിട്ടെങ്കിലും അവിടെയും അവർ പരാജയപ്പെട്ടു. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സായുധ വിഭാഗങ്ങൾക്കുള്ള ഇറാന്റെ സൈനിക പിന്തുണ അത് ഇല്ലാതെയാക്കുവാൻ മാക്സിമം പരിശ്രമിച്ചുവെങ്കിലും ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും വർദ്ധിത വീര്യത്തോടെ ഇപ്പോഴും പോരാട്ടമുഖത്ത് തുടരുകയാണ്. മാത്രവുമല്ല, ലെബനനെ ഇനിയും ഇസ്രായേൽ ആക്രമിച്ചാൽ ഈ കരാർ അസാധുവാകും എന്നും ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ ലക്ഷ്യങ്ങളെല്ലാം പാളിപ്പോയി എന്ന് സാരം. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തി തുടങ്ങിയ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എല്ലാ കാലത്തും ഇസ്രായേലിന് വൻ ഭീഷണി ഉയർത്തുന്നതാണ്.
അത് കണ്ടില്ല എന്ന് നടിച്ച് പിന്മാറുവാൻ ഇസ്രായേലിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ പോർമുഖത്ത് തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നതും ട്രംപ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇറാനുമായി കരാറിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചുവെങ്കിലും തെക്കൻ ലെബനോനിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ ട്രംപ് ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയുടെ സമ്പദ്ഘടന അതിവേഗം താഴേക്ക് കുതിക്കുന്ന സാഹചര്യമാണ് കാണുവാൻ കഴിയുന്നത്. കൂട്ടിയാലും കിഴിച്ചാലും തീരാത്ത ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുകൾ അമേരിക്കയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ പറയേണ്ടി വരും. ഈ യുദ്ധത്തിൽ ഇറാന്റെ തന്ത്രം എന്തായിരുന്നു? ഇതിനു മുൻപ് ചെയ്ത പല വീഡിയോകളിലും അതേക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാനും അങ്ങനെ വിജയിച്ച് കയറുവാനും ഇറാനെ സംബന്ധിച്ചിടത്തോളം കരുത്തില്ല എന്നുള്ളത് അവർക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ വിജയിക്കുക? സമ്മർദ്ദ തന്ത്രങ്ങളിൽ കൂടി ശത്രുവിനെ മാക്സിമം പ്രകോപിപ്പിക്കുക, സാമ്പത്തികമായും സൈനികമായും അവരെ ക്ഷീണിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള വഴിത്താരകളെല്ലാം വെട്ടിയിടുക. ഈ ഒരു തന്ത്രം കാലഘട്ടങ്ങളായി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഈ തന്ത്രം തന്നെയാണ് ഈ യുദ്ധത്തിലും ഇറാൻ വിജയകരമായി പരീക്ഷിച്ചത്. യമൻ മരുഭൂമിയുടെ വിശാലമായ ശൂന്യതയിൽ എവിടെയോ ഒരു വീട്ടുപറമ്പിലെ പുല്ലുവെട്ടുന്ന യന്ത്രത്തെക്കാൾ വലിപ്പമില്ലാത്ത ഒരു യന്ത്രം, അത് കഠിനമായ മണ്ണിൽ നിന്നും മുകളിലേക്ക് ഉയരുകയാണ്. ഇതിന് ഏകദേശം $20,000 മാത്രമാണ് ചിലവ്. എന്നാൽ $5 ലക്ഷം വരുന്നൊരു മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രോണിനെ അവർ വെടിവെച്ചിടുന്നത്. ഈ കണക്ക് 1000 തവണയൊന്ന് ആവർത്തിച്ചു നോക്കൂ. ഇപ്പോൾ ഇറാന്റെ സൈനിക സിദ്ധാന്തത്തിന്റെ സാമ്പത്തിക യുക്തി നിങ്ങൾക്ക് മനസ്സിലാകും. ഇറാനിയൻ ആയുധ വികസനത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച ഇതാണ്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും യുഗത്തിൽ ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള ചെലവിലെ അസമത്വം അടിസ്ഥാനപരമായി ഇറാന് അനുകൂലമാണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വൻതോതിൽ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുമെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ നിൽക്കുന്നവരുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്കവയെ തീർത്ത് കളയുവാൻ കഴിയും. ഇറാൻ 30 വർഷമായി ഈ യുക്തി വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതിൻ്റെ സഖ്യകക്ഷികളും ഭാവിയിൽ ഏർപ്പെടുവാൻ പോകുന്ന ഏതൊരു സംഘടനത്തിലും അവർ നേരിടുവാൻ പോകുന്ന പ്രധാനപ്പെട്ട സൈനിക പ്രശ്നവും ഇതുതന്നെയാണ്. എന്നാൽ ഇവിടെയാണ് കാര്യം കൂടുതൽ രസകരമായി മാറുന്നത്. കാരണം സാങ്കേതിക വിദ്യയും പ്രോക്സികളും എത്ര തന്നെ ശ്രദ്ധേയമാണെങ്കിലും അവയ്ക്ക് മാത്രം ഇറാന്റെ തന്ത്രപരമായ പ്രതിരോധശേഷി പൂർണ്ണമായും വിശദീകരിക്കുവാൻ കഴിയില്ല. മൂന്നാമത്തെ തുണയായ തന്ത്രപരമായ ക്ഷമയാണ് പാശ്ചാത്യ വിശകലന വിദഗ്ധന്മാർ ഏറ്റവും കൂടുതൽ കുറച്ചു കാണുന്ന ഘടകം. പാശ്ചാത്യ ജനതയ്ക്ക് സാംസ്കാരികമായി ഇത് തികച്ചും അപരിചിതവുമാണ്. അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെയോ രാഷ്ട്രീയ സംസ്കാരങ്ങൾക്ക് തികച്ചും അന്യമായൊരു സമയപരിധിയിലാണ് ഇറാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വിദേശ നയം 4 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചക്രങ്ങളിൽ മാത്രം പരിമിതിപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ സർക്കാരുകൾ നിലനിൽക്കുന്നതും തകരുന്നതും സഖ്യകക്ഷി രാഷ്ട്രീയത്താലും ഉടനടി സുരക്ഷ ആവശ്യപ്പെടുന്ന പൊതുജനങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്താലുമാണ്. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം വാർത്താ ചാനലുകളാൽ അളക്കപ്പെടുന്നതാണ്. പാശ്ചാത്യ രാജ്യത്തിലെ ജനതകൾ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് ഉടൻ തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇറാന്റെ നേതൃത്വം അവരുടെ ആഭ്യന്തര പരാജയങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഈ രീതിയിൽ നേരിടുന്നില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് 1979 മുതൽ അമേരിക്കയോടും ഇസ്രായേലിനോടും പരസ്യമായോ രഹസ്യമായോ യുദ്ധത്തിലാണ്. അതിനിപ്പോൾ 45 വർഷത്തെ പ്രായമുണ്ട്. ഈ കാലയളവിൽ ഇറാൻ ഇറാഖ് യുദ്ധം, ഒന്നിലധികം മുതിർന്ന സൈനിക കമാൻഡർമാരുടെ കൊലപാതകങ്ങൾ, ആണവ പദ്ധതി അട്ടിമറിക്കൽ, യുദ്ധകാല ഉപരോധത്തെക്കാൾ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ, സിറിയയിലെ അവരുടെ സഖ്യസേനയ്ക്ക് നേരെയുണ്ടായ ആവർത്തിച്ചുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ, ഇവയെല്ലാം ഇറാൻ അതിജീവിച്ചു. ഇപ്പോഴും ഇറാൻ അവിടെ തന്നെയുണ്ട്. വെറുതെ അതിജീവിക്കുക മാത്രമല്ല, പേർഷ്യൻ ഗൾഫ് മുതൽ മെഡിറ്ററേനിയൻ വരെ വ്യാപിച്ചു കിടക്കുന്ന തങ്ങളുടെ സ്വാധീനവും ശേഷിയും ശൃംഖലയും സജീവമായി അവർ വികസിപ്പിക്കുകയും ചെയ്യുന്നു. തന്ത്രപരമായ ക്ഷമയുടെ സിദ്ധാന്തം ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇന്ന് ജയിക്കേണ്ടതില്ല, ഈ വർഷവും ജയിക്കേണ്ടതില്ല. നമ്മൾ ശത്രുവിനുമേൽ ചിലവുകൾ അടിച്ചേൽപ്പിക്കണം, സമ്മർദ്ദം നിലനിർത്തണം. കാലക്രമേണ ഏറ്റുമുട്ടലുകൾ തുടരുവാനുള്ള അവരുടെ സന്നദ്ധതയും ശേഷിയും നമുക്ക് ഇല്ലാതെയാക്കണം. അവിടെ വരെയോളം നാം കാത്തിരിക്കണം. കാരണം നമ്മുടെ ശത്രുക്കൾ ജനാധിപത്യ രാഷ്ട്രങ്ങളാണ്. അവർക്ക് ക്ഷമയുള്ളവരല്ല. അവർക്ക് പൊതുജനങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉടനടി കൈകാര്യം ചെയ്യേണ്ട ഒട്ടനവധി ബജറ്റുകളുണ്ട്, നിലനിർത്തേണ്ട സഖ്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് അവരെക്കാൾ കൂടുതൽ കാലം പിടിച്ചു നിൽക്കുവാൻ കഴിയും. ഈ സിദ്ധാന്തത്തിൻ്റെ തെളിവ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ അനുഭവം തന്നെയാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം ചിലവഴിച്ചു, ഒടുവിൽ ഒന്നും നേടാതെ മടങ്ങി. ഇറാഖിൽ $1 ട്രില്യൺ ചിലവഴിച്ചു. ഇത് ഐസിസിൻ്റെ ഉദയത്തിന് കാരണമായി സാഹചര്യങ്ങളുണ്ടാക്കി. ഒപ്പം ബാഗ്ദാദിൽ ഇറാനിയൻ സ്വാധീനം ശക്തമാക്കുകയും ചെയ്തു. 2001 ശേഷം ഈ മേഖലയിൽ നടന്ന എല്ലാ പ്രധാന അമേരിക്കൻ സൈനിക ഇടപെടലുകളും ആത്യന്തികമായി ഇറാന്റെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് തുണയാവുകയായിരുന്നു. അതൊരപകടമല്ല, തങ്ങൾക്ക് സംഭവിച്ച പിഴവല്ല എന്നുള്ളത് ഇറാന് നന്നായിട്ടറിയാം.
ഇനി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് വരാം. കാരണം കഴിഞ്ഞ 2 വർഷത്തെ സംഘട്ടനങ്ങൾ ഇറാന്റെ ഈ സിദ്ധാന്തത്തിന്റെ ചരിത്രപരമായ ഏറ്റവും നാടകീയമായ തത്സമയ പ്രകടനങ്ങളായിരുന്നു. 2023 ഒക്ടോബർ 7 ഇറാന്റെ പലസ്തീൻ പങ്കാളിയായ ഹമാസ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് നടത്തി. അതിന്റെ ഉടനടിയുള്ള സൈനിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് വിനാശകരമായിരുന്നു. 1200-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 250 പേരെ ബന്ദികളാക്കി. ഇസ്രായേലിന്റെ സുരക്ഷാബോധം, അതായത് അവരുടെ ദേശീയ നിലനിൽപ്പിന്റെ അടിസ്ഥാന അനുമാനം ഒരൊറ്റ ദിവസം രാവിലെ തകർന്ന് തരിപ്പണമായി പോയി. ഇത് പറയുമ്പോൾ എനിക്കിവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ചെയ്തത് സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയുള്ള ഭയാനകമായ അതിക്രമങ്ങളായിരുന്നു. മ്യൂസിക് ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുടുംബങ്ങളെ കൊലപ്പെടുത്തുക, പ്രായമായവരെ ബന്ദികളാക്കി മാറ്റുക, കിബൂത്സുകൾ എന്ന ഇസ്രായേലിലെ കൂട്ടായ്മ ഗ്രാമങ്ങളെ ക്രൂരമായി ആക്രമിക്കുകയും തകർത്ത് കളയുകയും ചെയ്യുക എന്നതൊക്കെയായിരുന്നു. ഇത് യുദ്ധക്കുറ്റങ്ങളാണ്. ഒരു തന്ത്രപരമായ വിശകലനം കൊണ്ടും ഈ വസ്തുതകളെ മറച്ചുപിടിക്കുവാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു ഓപ്പറേഷന് ഇറാൻ പൂർണ്ണ പിന്തുണയും പരിശീലനവും പ്രോത്സാഹനവും നൽകുമ്പോൾ തന്നെ തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ ആവശ്യമായ അകലം പാലിച്ചുകൊണ്ട് ഹമാസ് എന്താണ് നേടുവാൻ ശ്രമിച്ചതെന്നും ഇറാൻ എന്താണ് കണക്ക് കൂട്ടിയതെന്നും മനസ്സിലാക്കുവാൻ അവർ തന്ത്രപരമായ വിശകലനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. പുറത്തുനിന്നുള്ള വിശകലന വിദഗ്ധർ പുനർനിർമ്മിച്ചതിനനുസരിച്ച് അവരുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ ഇതായിരുന്നു. അതായത് ഗാസയിൽ ഇസ്രായേലിനെ സൈനികമായോ രാഷ്ട്രീയമായോ ആഗോള പൊതുജന വിധിയാലോ വിജയിക്കുവാൻ കഴിയാത്ത ഒരു കരയുദ്ധത്തിന് നിർബന്ധിതരാക്കുക. ഒരേ സമയം ഒന്നിലധികം മുന്നണികൾ തുറക്കുവാൻ പ്രതിരോധത്തിൻ്റെ വിപുലമായ അച്ചുതണ്ടിനെ സജീവമാക്കുക. തുടർന്നുള്ള മാസങ്ങളിൽ സംഭവിച്ചത് കൃത്യമായും അതുതന്നെയായിരുന്നു. ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുവാൻ തുടങ്ങി. ഇത് 60,000-ലധികം ഇസ്രായേലി പൗരന്മാരെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുവാൻ നിർബന്ധിതമാക്കി. ഹൂത്തികൾ ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം തടഞ്ഞു. അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെയും നാവികസേനാ കപ്പലുകൾക്ക് നേരെയും മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇറാഖിലുള്ള അവരുടെ പ്രോക്സി വിഭാഗങ്ങൾ ഇറാഖിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇറാനിയൻ തന്ത്രജ്ഞർ തങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത അതേ അവസ്ഥയിലാണ് ഇസ്രായേൽ സ്വയം കണ്ടെത്തിയത്. തങ്ങൾക്ക് നിർണായകമായി പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ശത്രുക്കൾക്കെതിരെ ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ പോരാടേണ്ടി വന്നു. അതേസമയം തന്നെ അമേരിക്കൻ പൊതുജന അഭിപ്രായം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികൾക്കെതിരെ തിരിയുവാനും തുടങ്ങി. സൈനിക രംഗത്ത് ഇസ്രായേലിന്റെ പ്രതികരണം വിനാശകരമായിരുന്നു. അസാധാരണമായ തന്ത്രപരമായ കൃത്യതയോടെയുള്ള ആക്രമണത്തിലൂടെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാരെ അവർ വധിച്ചു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ശേഖരം അവർ നശിപ്പിച്ചു. സിറിയയിലെ ഇറാനിയൻ സൈനിക ആസ്തികളെ ആവർത്തിച്ച് അവർ ആക്രമിച്ചു. 2024 ഒക്ടോബറിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും നേരെ അവർ ആക്രമണം നടത്തി. ഇത് ഗുരുതരമായ ഒരു സൈനിക പ്രഹരമായിരുന്നു. എന്നാൽ തന്ത്രപരമായ ക്ഷമ എന്ന സിദ്ധാന്തം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ആക്രമണങ്ങളിൽ ഏതെങ്കിലും ഈ മേഖലയിൽ ഇറാന്റെ അടിസ്ഥാനപരമായ കഴിവുകളെയോ സഖ്യങ്ങളെയോ തന്ത്രപരമായ സ്ഥാനത്തെയോ മാറ്റിമറിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള മറുപടി ഇല്ല എന്ന് തന്നെയാണ്. ഹിസ്ബുള്ളയ്ക്ക് കനത്ത നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർ മുമ്പും ഇസ്രായേൽ അധിനിവേശങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. നിർണായകമായ സൈനിക പ്രഹരമെന്ന് കരുതിയ 2026 അവർ അതിജീവിച്ചു. ഇപ്പോഴും ആയിരക്കണക്കിന് മിസൈലുകൾ അവർ കൈവശം വെച്ചിട്ടുണ്ട്. ഹമാസ് സൈനികമായി തകർക്കപ്പെട്ടിരിക്കാം, എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ, ഒരാശയമെന്ന നിലയിൽ, അധിനിവേശത്തിനെതിരായ പലസ്തീൻ പ്രതിരോധത്തിൻ്റെ സംഘടിത രൂപമെന്ന നിലയിൽ ഹമാസിനെ ബോംബുകൾ കൊണ്ട് തകർത്തെറിയുവാൻ കഴിയില്ല. ഹൂത്തികൾ യമനിലെ ഭൂരിഭാഗം ജനവാസ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം തുടരുകയും കപ്പൽ പാതകൾക്ക് നേരെ മിസൈലുകൾ തൊടുക്കുകയും തുടരുകയാണ്. ഇറാനാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള മിസൈൽ പദ്ധതി വികസിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടുമിരിക്കുന്നു. പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടിന് എത്രയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോഴും പ്രവർത്തന സജ്ജമാണ്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ അസമാധാനം ആർക്കാണ് നേട്ടമുണ്ടാക്കിയത്, ആർക്കാണ് കോട്ടമുണ്ടാക്കിയത് എന്നുള്ള വിലയിരുത്തൽ മാത്രമാണ് ഇനി ആവശ്യമുള്ളത്.